എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ചാപ്റ്റർ 10 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 2. ഓക്കെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 1 ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് വിത്തൗട്ട് അഡ്ജസ്റ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് വിത്ത് അഡ്ജസ്റ്റ്മെന്റ് ഉള്ള ഒരു പ്രോബ്ലം. ഓക്കെ, if the salary of 1 month is still to be paid, the adjustment entry will be. അതിന്റെ അർത്ഥം എന്താണെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. If the salary കൊടുക്കാനുണ്ടെങ്കിൽ if the salary of 1 month is still to be paid എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്തെന്ന് വിളിക്കാം ആ അവസ്ഥയെ? ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ഉണ്ട്. അപ്പോൾ ജേണൽ എൻട്രി എന്താണെന്ന് ഒന്ന് എഴുതി വെച്ചാൽ. ഇതിൽ 4 ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആൻസർ ഞാൻ പറയും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ അറിവൊന്ന് വിലയിരുത്തുക. അതിനുശേഷം ഞാൻ ആൻസർ പറയാം. ഓക്കെ, 4 ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ വായിച്ചു നോക്കി അതിലേതാണ് എന്ന് വിലയിരുത്തും. ആൻസർ എഴുതിയോ എല്ലാവരും? ജസ്റ്റ് റെസ്പോണ്ട് ചെയ്തേ. എഴുതി. ഓക്കെ, അൻസിലി ഒന്ന് പറഞ്ഞു ഇത് എന്താണ്, ഇതിന്റെ അവസ്ഥ എന്താണ് ചെയ്യേണ്ടത്? ലാസ്റ്റ് ആൻസറും പറഞ്ഞു. അതുകൊണ്ട് അത് ഇതാണ് കറക്റ്റ് എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. ഇത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പൊ സാലറി കൂട്ടണം. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറിനോട് ആഡ് ചെയ്യണം. അപ്പൊ സാലറിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ഒരു ലയബിലിറ്റി, അതിന് ഇൻക്രീസ് ചെയ്യാൻ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് വരും. അന്നേരം ഡി ഓപ്ഷൻ ആണ് ശരി അല്ലേ? ഡെബിറ്റ് സാലറി അക്കൗണ്ട്. ഇതുവഴി നമ്മളുടെ സാലറി ഇപ്പോൾ ഉദാഹരണത്തിന് 2000 രൂപ സാലറി കൊടുത്തു. ഒരു മാസത്തെ സാലറി ആയ 100 രൂപ കൊടുക്കാനുണ്ടെന്ന് കരുതുക. 2000 രൂപ സാലറി കൊടുത്തു, ഒരു മാസത്തെ സാലറി 100 രൂപ കൊടുക്കാനുണ്ടെന്ന് കരുതുക. അപ്പോൾ നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 2000 ആണോ എഴുതേണ്ടത്, 100 ആണോ എഴുതേണ്ടത്, 2100 ആണോ എഴുതേണ്ടത്, അതേ 1900 ആണോ എഴുതേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 2100 എഴുതണം. ഇപ്പൊ നിലവിൽ സാലറി അക്കൗണ്ടിൽ 2000 ഉണ്ട്. എന്തായാലും 100 രൂപയും കൂടെ കൂട്ടുന്ന സാലറി അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി ആണ്. ലയബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാലറിയെ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറിയും എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് സെപ്പറേറ്റ് അക്കൗണ്ട് ആണ്. സാലറി അക്കൗണ്ട് ഒന്ന്, ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി അക്കൗണ്ട് വേറൊരു അക്കൗണ്ട് ആണ്, ഒരു ലയബിലിറ്റി ആണ്. അന്നേരം അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി ഇങ്ങനെ വരും: സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി 100. അന്നേരം ഡി ആണ് ശരി. കാരണം ഡെബിറ്റ് സാലറി അക്കൗണ്ട് എന്ന് പറഞ്ഞേക്കുന്നത്. അതായത് ജേണൽ എൻട്രിയിലെ സാലറി അക്കൗണ്ട് എന്താണെന്ന അവസ്ഥ ഡെബിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഇഫ് ദ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ₹1000 ആൻഡ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് ₹200. ഇൻഷുറൻസ് പ്രീമിയം അടച്ചത് 1000. 1000 രൂപ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ അടച്ചു. ആൻഡ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് മുൻകൂട്ടി അടച്ചത് അതിൻ്റെ അകത്ത് 200 ഉണ്ട്. ദി എമൗണ്ട് ഓഫ് ഇൻഷുറൻസ് പ്രീമിയം ഷോൺ ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വിൽ ബി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഷുറൻസ് പ്രീമിയം എത്രയാണ് കാണിക്കേണ്ടത്? 1000 ആണോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തേക്കും. ആരും ആൻസർ പറയണ്ട. 1200 കൊടുത്തിട്ടുണ്ട്, 1000 കൊടുത്തിട്ടുണ്ട്, 200 കൊടുത്തിട്ടുണ്ട്, 800 കൊടുത്തിട്ടുണ്ട്. ആൻസർ ആദ്യമേ ഒന്ന് എഴുതിക്കും. ഇത് യഥാർത്ഥത്തിൽ സ്വയം വിലയിരുത്തലാണ്. നിങ്ങൾക്ക് എത്രമാത്രം അറിവുണ്ട്? അന്നേരം ഇതിന്റെ ആൻസർ ആരെങ്കിലും ഒന്ന് റിയ ഒന്ന് ഇതിനെ ഒന്ന് ഡിസ്കസ് ചെയ്തേ. ഇതെന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് പ്രീമിയം 1000 ആണ് അടച്ചേക്കണേ. പ്രീപെയ്ഡ് 200 രൂപ അടച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അടച്ചതാണോ എഴുതേണ്ടത്, അതെയോ ഈ വർഷത്തെ എക്സ്പെൻസ് ആണോ എഴുതേണ്ടത്? ഈ വർഷത്തെ എക്സ്പെൻസ് എഴുതേണ്ടത്. ഈ വർഷത്തെ എക്സ്പെൻസ് കണ്ടുപിടിക്കണേൽ അതിനെ പറ്റി ബാക്കി പറഞ്ഞു. ഇതാണെങ്കിൽ നമ്മള് 200 നേരത്തെ അടിച്ചിട്ടുണ്ട്. അപ്പൊ 1000 നമ്മൾ 200 കൊടുക്കുമ്പോ നമുക്ക് 800 കിട്ടും. അന്നേരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അന്നേരം ബാലൻസ് ഷീറ്റിൽ എഴുതുവാനല്ലേ അത് എഴുതും. ബാലൻസ് ഷീറ്റിൽ എത്ര എഴുതും? ബാലൻസ് ഷീറ്റില് എക്സ്പെൻസോ ഇൻകമോ അല്ല കാണിക്കേണ്ടത്, അസറ്റ് ആണ് കാണിക്കേണ്ടത്, അല്ല ലയബിലിറ്റി ആണ് കാണിക്കേണ്ടത്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ? അങ്ങനെ ചിന്തിക്കണം. അന്നേരം
പ്രീപെയ്ഡ് ഇൻഷുറൻസിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ പർട്ടിക്കുലർ എക്സ്പെൻസിൽ നിന്ന് ലെസ് ചെയ്യണം. പർട്ടിക്കുലർ എക്സ്പെൻസിൽ നിന്ന് ലെസ് ചെയ്യണം. ഡയറക്റ്റ് എക്സ്പെൻസിന്റെ കേസിലാണ് പ്രീപെയ്ഡ് എങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ലെസ് ചെയ്യണം. ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ കേസിലാണ് പ്രീപെയ്ഡ് എങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലെസ് ചെയ്യണം. ഇതിപ്പോ ഇൻഷുറൻസ് എന്താ? ഇൻഡയറക്റ്റ് എക്സ്പെൻസാ. അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഷുറൻസിൽ നിന്ന് 1000 നിന്ന് അടച്ച തുകയായ 1000 നിന്ന് 200 രൂപ ലെസ് ചെയ്യണം. അന്നേരം 800 രൂപയാണ് ഈ വർഷത്തെ ഇൻഷുറൻസ്. അതുകൊണ്ട് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതും. ബാലൻസ് ഷീറ്റിൽ പ്രീപെയ്ഡ് ഇൻഷുറൻസ് മാത്രമാണ് അസറ്റ് എന്ന് പറയുന്നത്. ആ 200 രൂപ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ എഴുതണം. ഇതിന്റെ ജേണൽ എൻട്രി പറയാൻ അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെ പറഞ്ഞു വേഗം പറയാം. ഈ പ്രീപെയ്ഡ് ഇൻഷുറൻസ് വന്നാൽ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ജേണൽ എൻട്രി എന്താണ്? പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻഷുറൻസ് അക്കൗണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ജേണൽ എൻട്രി വന്നു? പ്രീപെയ്ഡ് ഇൻഷുറൻസ് അസറ്റ്, അപ്പൊ അത് കൂടിയതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. മറ്റേ ഇൻഷുറൻസ് എക്സ്പെൻസ് അത് കുറഞ്ഞതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. കുറയ്ക്കാൻ വേണ്ടിയിട്ട്, കുറഞ്ഞതുകൊണ്ടല്ല, കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഈ ഒരു ജേണൽ എൻട്രി പാസ് ചെയ്താണ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ആ ഇൻഷുറൻസ് 1000 എന്നുള്ളത് എത്രയായിട്ട് കുറയാൻ പോകുന്നത്? ഇൻഷുറൻസ് 800 ആയിട്ട് കുറയാനും വേണ്ടിയിട്ട് നമ്മൾ പാസ് ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ജേണൽ എൻട്രി ആണ് ഈ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രീപെയ്ഡ് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രി. ഓക്കെ, അത് ആൻസർ കറക്റ്റ് ആയിട്ടുള്ള ഒരു വേഗം ഒന്ന് വെച്ചിട്ട് അടുത്തത് 3ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ദ വേജസ് പെയ്ഡ് ₹5,000, വേജസ് 5000 രൂപ നമ്മൾ അടച്ചു കൊടുത്തു. ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ₹500, വേജസ് ഔട്ട്സ്റ്റാൻഡിങ് 500 ഉണ്ട്, കൊടുക്കാനുണ്ട് 500. ദ എമൗണ്ട് ഓഫ് വേജസ് ഷോൺ ഇൻ ദി ട്രേഡിംഗ് അക്കൗണ്ട് വിൽ, ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കേണ്ട വേജസ് എത്രയാണ്? ആൻസർ വേഗം എഴുതിക്കും. 500 ഉണ്ട്, 5000 ഉണ്ട്, 5500 ഉണ്ട്, 4500 ഉണ്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? ആൻസർ ശരിയായിട്ട് എഴുതിയ ആർക്ക് വേണേലും പ്രതികരിക്കാം. ഇപ്പം ഒന്ന് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് ആൻസർ പറയാം. 5500. കാരണം 5000 രൂപ കൊടുത്തു, 500 രൂപയും കൂടി കൊടുക്കാനുണ്ട്, അപ്പം അതുമായിട്ട് ആഡ് ചെയ്യണം. ഈ വർഷത്തെ വേജ് എത്രയായി യഥാർത്ഥത്തില്? കൊടുത്ത 5000 ആണ്, അതെയോ കൊടുക്കാനുള്ള 500 ആണ്, അതെയോ രണ്ടും കൂടെ കൂടുന്നതാണോ? രണ്ടും കൂടെ കൂടുന്നതാ. എന്നാ ഇതിനെ പറ്റിയ ഒരു ജേണൽ എൻട്രി പാസ് ചെയ്തേ. ഇങ്ങനെ കൂട്ടണം എന്ന് നമ്മുടെ മനസ്സിൽ കരുതിയാൽ പോരാ, അത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കൂടണം. അതിനുവേണ്ടി നമ്മൾ ഒരു ജേണൽ എൻട്രി പാസ് ചെയ്യണം, ജേണൽ പ്രോപ്പർ. ആ ജേണൽ എൻട്രി എന്താ? വേജസിന് എന്ത് ബാലൻസ് ആയ ഓൾറെഡി ഇപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നോക്കിയ വേജസ് എത്രയാ ഉള്ളത്? 5000 രൂപ ഡെബിറ്റ് ബാലൻസ് ആ ഉള്ളത്. അത് ബിസ്നാൽ പറഞ്ഞ അത് 5500 ആകണം. 5500 ആകണമെന്നുണ്ടെങ്കിൽ 5000 ഉള്ളപ്പോൾ 500 കൂടെ വേജസിന് എന്ത് ചെയ്യേണ്ടി വരും? ഡെബിറ്റ് ബാലൻസ് ഉള്ള വീണ്ടും 500 കൂടെ കൂടാൻ ഡെബിറ്റ് ചെയ്യണം വേജസിന്. ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് എന്ന് പറഞ്ഞ ഒരു ലയബിലിറ്റി ഇപ്പൊ നിലവിൽ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇല്ല. അങ്ങനെ ഒരു ലയബിലിറ്റി നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണണം. അതിനുവേണ്ട ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി ക്രെഡിറ്റ് ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അന്നേരം ജേണൽ എൻട്രി എന്ന് പറഞ്ഞേ വേജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ്. എത്ര? 500, 5000, 5500. ആ ജേണൽ എൻട്രി എഴുതുമ്പോൾ, ജേണൽ എൻട്രി എഴുതുമ്പോഴേ ഞാൻ ചോദിച്ചത് 500 എഴുതണം. അപ്പോൾ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ 5000 എന്നുള്ള സാലറി 5500 ആകും. ആ 5500 ആണ് നമ്മൾ ഇവിടെ കാണിക്കുക, ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുക. മനസ്സിലായില്ലേ? ആ ജേണൽ എൻട്രി ഓൾറെഡി നമ്മൾ വേജ് കൊടുത്തപ്പോൾ വേജ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 5000 എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ജേണൽ എൻട്രിയും കൂടി എഴുതുമ്പോഴാണ് വേജസ് എത്രയായി മാറുന്നത്? 5500 ആയി മാറുന്നത്. എന്നാൽ ഈ വർഷത്തെ എക്സ്പെൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ 5500. അഡ്ജസ്റ്റ്മെന്റ് ജേണൽ എൻട്രി എഴുതുമ്പോൾ ജേണൽ എൻട്രി എഴുതുന്നത് എങ്ങനെയാണ്? വേജസ് അക്കൗണ്ട് അറ്റ് 500 ടു ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് 500. അന്നേരം നമ്മളുടെ പഴയ വേജ് അക്കൗണ്ടിൽ ഓൾറെഡി 5000 കിടപ്പുണ്ട്. ഇതും കൂടെ ചെല്ലുമ്പോൾ എത്രയായി മാറിക്കോളും? 5500 ആയി മാറിക്കോളും. മനസ്സിലായോ? അന്നേരം അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ₹2000. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ ഇൻകം ആണോ എക്സ്പെൻസ് ആണോ? ഇൻകം. ആൻഡ് അക്രൂഡ് ഇൻട്രസ്റ്റ് ₹500. അക്രൂഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അക്രൂഡ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. കിട്ടാൻ സമയമായി, ബാങ്കിൽ ചെന്ന് മേടിച്ചില്ല എന്നേ ഉള്ളൂ. അല്ലെ പൈസ തരേണ്ടവൻ, ഇൻട്രസ്റ്റ് തരേണ്ടവൻ തന്നില്ല എന്നേ ഉള്ളൂ, തരേണ്ട സമയമായി കിടക്കുക. ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. ഡ്യൂ ആയി കിടക്കുന്ന പക്ഷെ സ്വീകരിച്ചില്ല. ഹിയർ അക്രൂഡ് ഇൻട്രസ്റ്റ് ഈസ് എ ഡാഷ്.
നിങ്ങൾ ആൻസർ ഒന്ന് എഴുതിക്കുക ആദ്യമേ ബുക്കിൽ. എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ, അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ? അക്രൂഡ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എന്താണെന്ന്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇൻകം ആണെന്ന് പറയും. അതേസമയം അക്രൂഡ് ഇൻട്രസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും എന്നുള്ളതിന് ആൻസർ എഴുതിയവര് ഒന്ന് ഡിസ്കസ് ചെയ്ത്. ആരെങ്കിലും? ഫാത്തിമ, ആൻസർ എന്താ? അക്രൂഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റ് ആണ്. അത് കിട്ടിയിട്ടില്ല, കിട്ടാനുണ്ടല്ലേ. അക്രൂഡ് ഇൻട്രസ്റ്റ് അസറ്റാ. അന്നേരം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസോ? ലയബിലിറ്റി. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസോ? അതും ലയബിലിറ്റി. പ്രീപെയ്ഡ് എക്സ്പെൻസോ? അസറ്റ്. അസറ്റ്. അന്നേരം അസറ്റ് നമ്മളുടെ ആ 4 അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ പഠിക്കുന്നതിൽ അസറ്റ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ പ്രീപെയ്ഡ് എക്സ്പെൻസും അക്രൂഡ് ഇൻകവും അസറ്റ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസും ലയബിലിറ്റി ആണ്. ഇവിടെ അന്നേരം ആൻസർ അസറ്റ് ഉള്ള ആൻസർ എഴുതിയോട്ട് കറക്റ്റ് ആണ്. ഓക്കെ, അടുത്തത് 5ാമത്തത്. ഗീവ് ദ ജേണൽ എൻട്രീസ് ഫോർ ദി ഫോളോയിങ് അഡ്ജസ്റ്റ്മെന്റ്സ്. ഞാനിപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ജേണൽ എൻട്രി ആയിട്ട് വീണ്ടും ചോദിച്ചിരുന്നത്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക. ഗീവ് ദ ജേണൽ എൻട്രീസ് ഫോർ ദി ഫോളോയിങ് അഡ്ജസ്റ്റ്മെന്റ്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി ₹500. വേഗം ജേണൽ എൻട്രി ഒന്ന് എഴുതിക്കേ. ഔട്ട്സ്റ്റാൻഡിങ് സാലറി ₹500. ഔട്ട്സ്റ്റാൻഡിങ് സാലറി ₹500. ആ ഒരു സെന്റൻസ്, ആ ഒരു ട്രാൻസാക്ഷൻ ജസ്റ്റ് ഒന്ന് എഴുതിക്കേ. ഔട്ട്സ്റ്റാൻഡിങ് സാലറി ₹500. അതിന്റെ ജേണൽ എൻട്രി അദീന ജോസ് എന്ന് പറഞ്ഞു നോക്കി. ഔട്ട്സ്റ്റാൻഡിങ് സാലറി ₹500. ജേണൽ എൻട്രി പറയുന്നതിന് മുമ്പ് എന്താണ് സിറ്റുവേഷൻ, എന്താണ് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കൂടേണ്ടത് എന്നൊന്ന് അദീന പറഞ്ഞു നോക്കി. നിലവിൽ സാലറി ഒരു ഇമാജിനറി ഫിഗർ ഞാൻ പറയുവാണ്. നിലവിൽ സാലറി 5000 ഉണ്ട്. കൊടുക്കാൻ എത്രയുണ്ട്? 500 കൊടുക്കാനുണ്ട്. അന്നേരം അദീന ആ സിറ്റുവേഷനെ ഒന്ന് വിശകലനം ചെയ്തേ. അന്നേരം സാലറി അക്കൗണ്ട് ഡെറ്റർ 500 എന്നും ഔട്ട്സ്റ്റാൻഡിങ് സാലറിനെ ക്രെഡിറ്റും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ സാലറി ഇപ്പോൾ നിലവിൽ കൊടുത്തത് 5000 ആണ്. അന്നേരം 500 കൂടെ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് എഴുതുമ്പോൾ സാലറി അക്കൗണ്ട് 5000 എന്നുള്ളത് എത്രയായി ഉയർന്നോളും? 5500. അന്നേരം ഒരു 500 രൂപ കൊടുക്കാനുള്ളതായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ പുതിയതായിട്ട് ഒരു ഐറ്റം വന്ന് കിടന്നോളും ചെയ്യും. ഈ അക്കൗണ്ടന്റ് പോയാലും അടുത്ത അക്കൗണ്ടന്റ് വന്ന് നോക്കുമ്പോഴും ബുക്സ് ഓഫ് അക്കൗണ്ടിൽ 500 രൂപ കൊടുക്കാനുള്ളതായിട്ട് ഒരു ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലൊക്കെ കിടക്കുന്നുണ്ട് അല്ലേ. അന്നേരം നമ്മുടെ അതൊരു ലയബിലിറ്റി അക്കൗണ്ട് ആയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണും. അടുത്തത് അടുത്ത ഐറ്റം ഒന്ന് വായിച്ചേ. ദൃശ്യ ജി, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. ദൃശ്യ. ഇൻഷുറൻസ് പ്രീപെയ്ഡ് ₹100. നിലവിൽ എത്ര അടച്ചിട്ടുണ്ടായിരുന്നു? അല്ല, അടച്ചത് കംപ്ലീറ്റും അടച്ചുപോയി അല്ലേ. അന്നേരം ഇൻഷുറൻസ് ഈ വർഷം എത്ര അടച്ചെന്ന് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയേ. വെറുതെ ഇമാജിനറി ആയിട്ടൊരു ഫിഗർ പറ. ഈ വർഷം എത്ര രൂപ ഇൻഷുറൻസ് അടച്ചു? 2000. അതിൽ പറയുവാണോ? അന്നേരം ഓൾറെഡി അടച്ചു പോയി. ഈ പ്രീപെയ്ഡ് അടച്ചു പോയോ ഇല്ലയോ? അന്നേരം ഈ 2000 അടച്ചതിൽ 100 രൂപ എന്താണ് വിഷയം? പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ അടച്ചു. മുൻകൂട്ടി അടച്ചു അല്ലെ. അടുത്ത കൊല്ലത്തേക്കുള്ളതാണോ? എന്താ സംഭവിച്ചത്? അടുത്ത കൊല്ലത്തെ ഇൻഷുറൻസ് ആണോ അടച്ചത് അല്ലയോ? ദൃശ്യക്ക് ഒരു സ്കൂട്ടർ മേടിച്ചു. സ്കൂട്ടർ മേടിച്ചത് ഫെബ്രുവരി മാസത്തിലാണ് മേടിച്ചത്, 2021. അതിന്റെ ഇൻഷുറൻസ് എടുത്തേക്കുന്നത് എന്നുവരെ ആയിരിക്കാം? അടുത്ത വർഷം ഫെബ്രുവരി അല്ല, അടുത്ത വർഷം ഫെബ്രുവരി 1-ാം തീയതി ആയിരുന്നു മേടിച്ചത് 2021. അന്നേരം അടുത്ത വർഷം ഫെബ്രുവരി 1-ാം തീയതി മുതൽ അടുത്ത വർഷം അതായത് 2022 ജനുവരി 31 വരെ ആയിരിക്കും ഇൻഷുറൻസ് എടുത്തേക്കുന്നത്. അന്നേരം ഒരു മാസത്തെ ഇൻഷുറൻസിന്റെ തുക അടച്ചത് ഏത് വർഷത്തെയാണ്? ആ വർഷം എന്ന് പറയുന്നത് ഏതാണ്? 2022 ജനുവരി മാസം കൂടെ കവർ ചെയ്യുന്ന ഇൻഷുറൻസ് അടച്ചു പോയി. അതാണ് ഈ 100 രൂപ. മനസ്സിലായോ? അന്നേരം നമ്മൾ 2021 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് വരയ്ക്കുന്നത്. അന്നേരം ആ കാലയളവിലെ എക്സ്പെൻസ് ആണോ ഈ 100 രൂപ?
ആ കാലയളവിലെ എക്സ്പെൻസ് ആണോ ഈ 2000 എന്ന് പറയുന്നത്, അതെയോ അതിൻ്റെ അകത്ത് ഈ കാലയളവിലെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഈ പ്രീപെയ്ഡ് ഒഴിവാക്കിയുള്ള തുകയല്ലേ വരുള്ളൂ? അതാണ് ഈ പ്രീപെയ്ഡ്, മുൻകൂട്ടി അടച്ചു. അടുത്ത കൊല്ലത്തെ എക്സ്പെൻസും കൂടി ആ 2000-ൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് വന്നാൽ എന്ത് ചെയ്യേണ്ടി വരും ദൃശ്യ? പർട്ടിക്കുലർ എക്സ്പെൻസിൽ നിന്ന് ലെസ് ചെയ്യേണ്ടി വരും. ഇനി 100 രൂപ നമ്മളെ സംബന്ധിച്ച് മുൻകൂട്ടി അടച്ചത് അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ? അസറ്റ്. അതുകൊണ്ട് അത് എവിടെ കാണിക്കേണ്ടി വരും? ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ ഈ 100 രൂപ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് കാണിക്കേണ്ടി വരും. അന്നേരം പ്രീപെയ്ഡ് ഇൻഷുറൻസിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതുന്നത്: പ്രീപെയ്ഡ് പോർഷൻ ഓഫ് എക്സ്പെൻസസ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം പർട്ടിക്കുലർ എക്സ്പെൻസ്. പർട്ടിക്കുലർ എക്സ്പെൻസിൽ നിന്ന് ഡിഡക്ട് ചെയ്യണം. ഏത് അക്കൗണ്ട് ആണെന്ന് പറയുന്നില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ വേജസ് പ്രീപെയ്ഡ് വരാം. വേജസ് പ്രീപെയ്ഡ് വന്നാൽ ഏത് അക്കൗണ്ടിൽ എവിടുന്നാ ലെസ് ചെയ്യേണ്ടത്? ട്രേഡിംഗ് അക്കൗണ്ടിൽ വേജസ് ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് വേജസിൽ നിന്ന് ലെസ് ചെയ്യണം. ഇതിപ്പോ ഇൻഷുറൻസ് പ്രീപെയ്ഡ് ആയതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതുന്ന ഏറ്റവും ഇൻഷുറൻസ് ഡെബിറ്റ് സൈഡിൽ ഇൻഷുറൻസ് ഇന്നർ കോളത്തിൽ എഴുതുക 2000, അതിൽ നിന്ന് 100 rupees ലെസ് ചെയ്ത് ഔട്ടർ കോളത്തിൽ 1900 ആണ് ഈ വർഷത്തെ എക്സ്പെൻസ്. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ 100 എഴുതണം. മനസ്സിലായോ? ദൃശ്യക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായോ? എന്നാൽ ജേണൽ എൻട്രി കൂടെ പറഞ്ഞാൽ ഇൻഷുറൻസ് പ്രീപെയ്ഡ് 100 വന്നാൽ ജേണൽ എൻട്രി എന്തെഴുതും? ഇൻഷുറൻസ് എന്ന് പറയുന്ന എക്സ്പെൻസ് കുറയേണ്ടിയിരിക്കുന്നു. പ്രീപെയ്ഡ് ഇൻഷുറൻസ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ വരേണ്ടിയിരിക്കുന്നു. ഇത്രയും മാത്രമേ ഞാൻ ഹിന്റ് ചെയ്യാൻ തരാം. പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻഷുറൻസ് അക്കൗണ്ട്. കറക്റ്റ്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഒരു അസറ്റ് ആണ്. അസറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇല്ല, 0 ആണ്. ഇപ്പൊ പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഒന്നുമില്ല, നമുക്ക് പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഇല്ല ബുക്സ് ഓഫ് അക്കൗണ്ടിൽ. അന്നേരം പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. അന്നേരം അസറ്റ് ആണ്, ഡെബിറ്റ് ചെയ്തു. ഓക്കെ. ഇൻഷുറൻസ് ഇപ്പൊ 2000 രൂപയാണ് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഡെബിറ്റ് ആയിട്ട് നിൽക്കുന്നത്. അത് 1900 ആയിട്ട് കുറയണം. അതുകൊണ്ട് ഇൻഷുറൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം 100 രൂപ. അപ്പോൾ 2000 പ്ലസ് അല്ല ഡെബിറ്റ്, 100 മൈനസ് അല്ല ക്രെഡിറ്റ്. അപ്പോൾ അത് ഡെബിറ്റും ക്രെഡിറ്റും അഡ്ജസ്റ്റ് ചെയ്ത് 1900 ആയിട്ട് അത് മാറിക്കോളും. അങ്ങനെയാണ്, കറക്റ്റ് ആണ്. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ. ഷോ ദി ട്രീറ്റ്മെന്റ് ഓഫ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഇപ്പൊ പറഞ്ഞത് തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസിന്റെ ട്രീറ്റ്മെന്റ് ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വേണേൽ ചോദിക്കാം. പ്രീപെയ്ഡ് എക്സ്പെൻസിന്റെ ട്രീറ്റ്മെന്റ് എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിങ്ങൾ എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ചെയ്യാനിരിക്കുന്ന കാര്യം തിയറി ആയിട്ട് എഴുതി വെക്കണം. അതാണ് ക്വസ്റ്റ്യൻ. 1 മിനിറ്റ് സമയം, വേഗം ഒന്ന് എഴുതിക്കോ. പ്രീപെയ്ഡ് ഇൻഷുറൻസിനെ നിങ്ങൾ എന്ത് ചെയ്യും? ഡിപ്രീസിയേഷൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? കറക്റ്റായിട്ട് നോട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പഠിച്ചോ ഇല്ലയോ എന്ന് ഇപ്പൊ അറിയാം. സാർ 5ാമത്തേന് ഈ നറേഷൻ എഴുതണോ? നരേഷൻ എഴുതാം. അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഫോർ സാലറി ഔട്ട്സ്റ്റാൻഡിങ്, അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഫോർ പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് എഴുതിയാൽ മതി നരേഷൻ. ഇത് എഴുതുന്ന ഏത് ബുക്കിലാണെന്ന് ചോദിച്ചാൽ, സ്പെഷ്യൽ ഡേ ബുക്കിൽ ഏതിലാണെന്ന് ചോദിച്ചാൽ ജേണൽ പ്രോപ്പറിലാണ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് എല്ലാം എഴുതുന്നത്. ഓക്കെ. ഷോ ദി ട്രീറ്റ്മെന്റ് ഓഫ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ഡിപ്രീസിയേഷൻ. ചിലർ 1 വർഷത്തെ മുൻകൂട്ടി പ്രീപെയ്ഡ് ചാർജ് ചെയ്യും. അന്നേരം നമുക്ക് 1 വർഷത്തേക്ക് ഫോൺ കോൾ ചെയ്യാനുള്ള ഫെസിലിറ്റി അവർ തരുമല്ലേ? മുൻകൂട്ടി അടയ്ക്കുവാണ്. ചിലപ്പോൾ നമ്മൾ ജൂൺ മാസത്തിലായിരിക്കും 2021 ജൂണിൽ 1 വർഷത്തേക്ക് പ്രീപെയ്ഡ് ചാർജ് ചെയ്തു, 1 വർഷത്തെ അടച്ചു. അന്നേരം അടുത്ത 2022 വരെ അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അന്നേരം അതിൽ ഈ വർഷത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ഫോണാണ് ചാർജ് ചെയ്തത്. അന്നേരം ഈ വർഷത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഈ വർഷത്തെ ജൂൺ മുതൽ ഡിസംബർ 31 വരെ ഉള്ളൂ. പിന്നീടുള്ള 2022 മെയ് 31 വരെയുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് പ്രീപെയ്ഡാ, അത് മുൻകൂട്ടി അടച്ചതാ. അങ്ങനെ ഒരു ഐറ്റം വന്നാൽ നമ്മൾ ഈ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലെസ് ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വേജസ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ലെസ് ചെയ്യേണ്ടി വരും. പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്നല്ല, പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് എന്ത് എക്സ്പെൻസ് വേണേലും ആകാം. പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ വരുള്ളൂ എന്ന് ഉറപ്പിക്കാം. അതേസമയം പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ പറഞ്ഞത് ശരിയാ, തെറ്റില്ല. ലെസ് ചെയ്യും. എന്നിട്ട് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡില് പിന്നെ കൂടുതൽ പറഞ്ഞ് തെറ്റിക്കല്ല. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ എഴുതുമെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഓക്കെ. പിന്നെ അവിടെ പർട്ടിക്കുലർ എക്സ്പെൻസ് ഒന്നും പറയാനില്ല. ഓക്കെ. അന്നേരം പ്രീപെയ്ഡ് ഇൻഷുറൻസിന്റെ അഡ്ജസ്റ്റ്മെന്റ് അല്ല പ്രീപെയ്ഡ് എക്സ്പെൻസിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ അതിന് 2 അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഒന്ന്
ട്രേഡിംഗ് ബാർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് ഹെഡിങ് എഴുതുക. എന്നിട്ട് അവിടെ എന്ത് ചെയ്യും? ഇറ്റ് ഷുഡ് ബി പ്രീപെയ്ഡ് എക്സ്പെൻസ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം പർട്ടിക്കുലർ എക്സ്പെൻസ് എന്ന് എഴുതിയാൽ മതി. ബാലൻസ് ഷീറ്റ് എന്നിട്ട് രണ്ടാമത്തെ ബാലൻസ് ഷീറ്റ് എന്ന് എഴുതുക. ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി എവിടെ കാണിക്കണം? അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. അത്ര എഴുതിയാൽ ആ 2 മാർക്ക് കിട്ടും. ഓക്കെ, ഇനി ഡിപ്രീസിയേഷൻ ഉണ്ട്. ഡിപ്രീസിയേഷനെ പറ്റി ആരാ പറയുക? മുഹമ്മദ് അഫ്നാൻ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ തേയ്മാനം വർഷങ്ങൾ കണ്ടിന്യൂസ് യൂസ് കൊണ്ട് അസറ്റിനൊക്കെ അവരുടെ വാല്യൂവിൽ ഉണ്ടാവുന്ന ഇടിവിനാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. യൂസ് കൊണ്ട് മാത്രമാണോ? മുഹമ്മദ് അഫ്നാൻ ഇന്നലെ ഒരു ബൈക്ക് മേടിച്ചായിരുന്നു. 80,000 രൂപയുടെ ബൈക്ക് ഹീറോ ഹോണ്ടയുടെ അല്ലെ ഷോറൂമിൽ നിന്ന് മേടിച്ചു. ഒരു ട്രക്കിന് കൊണ്ടുവന്നു. നേരെ കാർ പോർച്ചിൽ അല്ലെ ബൈക്കിന്റെ ഷെഡിൽ വെച്ചു. 2 ദിവസം കഴിഞ്ഞ് അത് വിൽക്കാൻ നോക്കിയാൽ ആ വില തന്നെ കിട്ടുമോ? ആ വില തന്നെ കിട്ടുമോ? ഇല്ല. അത് കണ്ടിന്യൂസ് തേയ്മാന ഉപയോഗം കൊണ്ടാണോ വില കുറഞ്ഞത്? അത് സെക്കൻഡ് ഹാൻഡ് ആയിപ്പോ അല്ലേ? പല കാരണങ്ങൾ കൊണ്ട് വില കുറയുന്നു. അതിനാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം ഡിപ്രീസിയേഷൻ വന്നാൽ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ വന്നാൽ എന്ന് പറയുമ്പോൾ അതിന് തന്നെ 2 കേസ് ഉണ്ട്. അത് ഞാൻ പഠിപ്പിച്ച സമയത്ത് ഡിസ്കസ് ചെയ്തായിരുന്നു. ഡിപ്രീസിയേഷൻ 2 സ്ഥലത്ത് തരാറുണ്ട് ക്വസ്റ്റ്യനിൽ. എവിടെയൊക്കെയാന്ന് പറയാൻ പറ്റും? ഒന്ന് ട്രയൽ ബാലൻസിൽ, ഒന്ന് ട്രയൽ ബാലൻസിൽ തരാറുണ്ട് ഡിപ്രീസിയേഷൻ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2 ഇന്നലത്തെ നമ്മൾ പ്രോബ്ലം ചെയ്ത് എവിടെ തന്ന ഡിപ്രീസിയേഷൻ ചെയ്ത് ഫർണിച്ചർ 10%, ബിൽഡിംഗ് 20%, അഡ്ജസ്റ്റ്മെന്റ് തന്ന ഡിപ്രീസിയേഷൻ. അന്നേരം അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് തന്ന കാര്യം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് 2 സ്ഥലത്ത് എഴുതണം എന്ന് പറഞ്ഞു. പക്ഷെ ട്രയൽ ബാലൻസിൽ ഒരു ഐറ്റം വന്നാൽ എത്ര സ്ഥലത്തെ എഴുതുള്ളൂ? ഒരു സ്ഥലത്തെ എഴുതുള്ളൂ. അത് ഓൾറെഡി ആ ഡിപ്രീസിയേഷൻ പർട്ടിക്കുലർ അസറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ആ അസറ്റിൽ നിന്ന് ലെസ് ചെയ്യേണ്ട കാര്യമില്ല. ഡിപ്രീസിയേഷൻ ട്രയൽ ബാലൻസിൽ തന്നാൽ, അന്നേരം ട്രയൽ ബാലൻസിൽ ഡിപ്രീസിയേഷൻ തന്നാൽ എന്ത് ചെയ്യണം എന്നാണ് ആദ്യമേ പറയേണ്ടത്. ഒരു സ്ഥലത്ത് എഴുതിയാൽ മതി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതിയാൽ മാത്രം മതി. പിന്നെ ഡിപ്രീസിയേഷനെ മറന്നേക്കൂ. നിങ്ങളിപ്പം പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറഞ്ഞ ഒരു ഐറ്റം ട്രയൽ ബാലൻസിലുണ്ട്. നിങ്ങൾ എവിടെ എടുത്തെഴുതും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എടുത്തെഴുതുക മാത്രമല്ലേ ഉള്ളൂ. ബാലൻസ് ഷീറ്റിലേക്ക് ഒന്നും കൊണ്ടുപോകാമല്ലോ? ഇല്ല. അതുപോലെ തന്നെയാ ഡിപ്രീസിയേഷൻ ട്രയൽ ബാലൻസിൽ തന്നാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതിയാൽ മാത്രം മതി. അതേസമയം ഇന്നലെ ക്വസ്റ്റിന് തന്ന പോലെ ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെന്റിൽ തന്നാൽ എന്ത് ചെയ്യണം? ബിൽഡിങ്ങിന്റെ ഡിപ്രീസിയേഷൻ 10% എന്ന് പറഞ്ഞേക്കുക. അന്നേരം എന്ത് ചെയ്യണം? അത് ബിൽഡിങ്ങിന്റെ മൊത്തം എമൗണ്ടിന്റെ 10% പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഓക്കെ. പിന്നെ ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡില് പർട്ടിക്കുലർ അസറ്റിന് കുറയ്ക്കുക വേണം. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ എഴുതുമ്പോൾ ബുക്ക് അല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന തുക നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതുന്നു. ബിൽഡിംഗ് 60,000 ആണ്. 60,000 ഇന്നർ കോളത്തിൽ എഴുതുന്നു. ലെസ് ഡിപ്രീസിയേഷൻ 6,000, 10% ആണ്. 6,000 ആണ്. ആ 6,000 ലെസ് ചെയ്ത് 54,000 ആണ് ബാലൻസ് ഷീറ്റിന്റെ ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത് അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 60,000 10% ആയ 6,000 കണ്ടുപിടിച്ച ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ഒരു ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതണം. അതാണ് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്. എഴുതിയോ? ആരെങ്കിലും എഴുതിയായിരുന്നോ? പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ത് ചെയ്യും? എ എന്നാണല്ലോ അതിന്റെ സബ് ഹെഡിങ്, സബ് ക്വസ്റ്റ്യൻ. എയിൽ 1 ഇൻ ട്രേഡിംഗ് ബാർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതി ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും എന്നുള്ളതിന് ആൻസർ എഴുതി വെക്കുക. എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം പർട്ടിക്കുലർ എക്സ്പെൻസ്. അത് കഴിഞ്ഞ് A2 ബാലൻസ് ഷീറ്റ് അണ്ടർലൈൻ ചെയ്യുക. ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യും? ഇൻഷുറൻസ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യും? ഇറ്റ് ഷുഡ് ബി shown on the asset side. It should be shown on the asset side of the balance sheet. Okay. അത് കഴിഞ്ഞ ഡിപ്രീസിയേഷൻ കേസ് 1 ഉണ്ട്, കേസ് 2 ഉണ്ട്. കേസ് 1 എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക. എന്താണ്? ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദി ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൽ ഇത് തന്നാൽ എന്ത് ചെയ്യും? ഓൺലി 1 ട്രീറ്റ്മെന്റ്. ഒരു ട്രീറ്റ്മെന്റ് ഇതിന്റെ കേസിലുള്ളൂ. എന്താണ്? ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി, പറഞ്ഞേ,
ഡെബിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതോടുകൂടി ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. ഫേസ് 2, ഇഫ് ഡിപ്രീസിയേഷൻ ഈസ് ഗിവൺ ഇൻ അഡ്ജസ്റ്റ്മെന്റ്. അഡ്ജസ്റ്റ്മെന്റിൽ തന്നാൽ എന്ത് ചെയ്യണം? അതിന് എയും ബിയും ഉണ്ട്. എ ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യും? ഡിപ്രീസിയേഷൻ amount should be shown on the debit side of the profit and loss account. ഡിപ്രീസിയേഷൻ എമൗണ്ട് അല്ലാതെ ബിൽഡിങ്ങിന്റെ മൊത്തം തുകയല്ല. ഡിപ്രീസിയേഷൻ എമൗണ്ട് ഷുഡ് ബി ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം? ബി. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം? കൺസേൺഡ് അസറ്റിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. It should be deducted from particular asset in the balance sheet. നേരം പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്തതാണ് 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരിക. 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾ വേഗം ഒരു ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വേഗം വരച്ചേ. ഒരു ട്രേഡിംഗ് അക്കൗണ്ട്, ഒരു പേജുള്ള ഒരു ട്രേഡിംഗ് അക്കൗണ്ട് വേഗം വരച്ചേ. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഹെഡിങ് വേഗം എഴുതിക്കേ. ലൈവായിട്ട് തന്നെ ആൻസർ ചെയ്യാം. നമുക്ക് 15 മിനിറ്റ് മതിയല്ലോ. ഞാൻ വായിച്ചുവിടാം. ഫോളോയിങ് balances have been extracted from the trial balance of General Electronics Limited. You are required to prepare trading and profit and loss account and balance sheet. ഒരു ട്രയൽ ബാലൻസിന്റെ എക്സ്ട്രാക്ട് ആണ് തന്നേക്കുന്നത്. ട്രയൽ ബാലൻസ് അതേപടി തരുവല്ലേ. ഇത് ട്രയൽ ബാലൻസിന് എടുത്ത കുറെ വിവരങ്ങൾ തരുവാ ഇത്. അതുകൊണ്ടാണ് ഇതൊരു അക്കൗണ്ട് പോലെ ഇരിക്കുന്നത്. ഓക്കെ, അക്കൗണ്ട് ടൈറ്റിൽ. ഓപ്പണിംഗ് സ്റ്റോക്ക് വേഗം എഴുതിക്കോ. ഒരു അക്കൗണ്ട് വേഗം വരയ്ക്കുക, എന്നാലേ അത് പ്രായോഗികമായിട്ട് നടക്കുള്ളൂ. ഓപ്പണിംഗ് സ്റ്റോക്ക് 2,26,000. അത് എഴുതുന്ന സമയത്ത് തന്നെ അത് എവിടെ വരേണ്ട ആയിട്ടുവാന്നും കൂടി ഒന്ന് എഴുതി പൊക്കും. ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ എഴുതേണ്ട ആയിട്ടുവാ? ഞാൻ ഇനി പറഞ്ഞു തരുന്നില്ലേ ടെസ്റ്റ് പേപ്പർ. അത് എവിടെ എഴുതേണ്ട ആയിട്ടുവാണ്? നിങ്ങളെ ആദ്യത്തെ ഐറ്റം മാത്രം പറയാം. ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ TD. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി ഒരു മത്സരമാണ്. ആരാദ്യമേ ചെയ്യുന്നു അതിന്റെ ആൻസർ കിട്ടിക്കഴിയുമ്പോൾ, ബാലൻസ് ഷീറ്റ് വരെ കിട്ടിക്കഴിയുമ്പോൾ വേഗം പറഞ്ഞു. നിങ്ങളുടെ സമയം ഇപ്പോൾ 10:28. സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണ്. നിങ്ങൾ ചിലപ്പോൾ സ്റ്റാൻഡേർഡിനേക്കാൾ മുമ്പേ ചെയ്ത് കഴിയും. നേരം 15 മിനിറ്റിനുള്ളിൽ ആര് ചെയ്യുമെന്ന് നോക്കാം. നമുക്ക് വേഗം വരച്ചു. ഓക്കെ, ചെയ്തു കഴിഞ്ഞോ? ഓക്കെ, ആൻസർ എത്ര കിട്ടി? ഗ്രോസ് പ്രോഫിറ്റ് എത്രയാ ഫാത്തിമ? ഗ്രോസ് പ്രോഫിറ്റ് 36,600. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് 37,300. ബാലൻസ് ഷീറ്റ് ടോട്ടല് 4,29,000. 4,29,000. കറക്റ്റ് 15 മിനിറ്റ് കൊണ്ട് ഫാത്തിമ അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. കൊള്ളാം. ഞാൻ അതിന്റെ ആൻസറും കൂടെ നോക്കട്ടെ. ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? 36,600. കറക്റ്റ്. നെറ്റ് പ്രോഫിറ്റ് 37,300. അതും കറക്റ്റ്. ബാലൻസ് ഷീറ്റ് ഔട്ടില് 4,29,000. നേരെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. കണ്ടോ, 15 മിനിറ്റ് സമയം എടുത്തുള്ളൂ. ഇതാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞത്. ഈ സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്യണം, എങ്കിലേ നമ്മൾക്ക് നമ്മുടെ അറിവ് കൊണ്ട് കാര്യമുള്ളൂ. കാരണം 20 മിനിറ്റ് മാക്സിമം എടുക്കാം. ഇതിപ്പോ 15 മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്ത് കഴിഞ്ഞു. 20 മിനിറ്റ് മാക്സിമം എടുക്കാം. 15 മിനിറ്റ് ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. ആ സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്ത് കഴിയണം. അന്നേരം നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ഫാത്തിമ ആദ്യത്തെ ഐറ്റം ഒന്ന് വായിച്ചേ. ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടോ, ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ എഴുതണം? അത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ. ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതണം. അടുത്ത ഐറ്റം വായിച്ചേ. പർച്ചേസ്. പർച്ചേസ് നമ്മള് ഇന്നർ കോളത്തിൽ എഴുതി. കാരണം എന്തുണ്ടായിരുന്നു ക്വസ്റ്റ്യനില്? റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് പറയുന്നത്. പർച്ചേസ് റിട്ടേൺ ആണ്, റിട്ടേൺ ഔട്ട്വേർഡ്സ്. കാരണം പർച്ചേസ് ഇന്നർ കോളത്തിൽ എഴുതി, അതിൽ നിന്ന് റിട്ടേൺ ഔട്ട്വേർഡ്സ് 15,000 ലെസ് ചെയ്ത് 4,25,000 ആണ് എഴുതിയത്. അടുത്ത ഐറ്റം ട്രേഡിംഗ് അക്കൗണ്ടിലെ ഐറ്റം തന്നെ വായിച്ചു. അടുത്ത ഐറ്റം ക്യാരിയേജ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ക്യാരിയേജ് എന്ന് മാത്രം തന്നിട്ടുണ്ടായാൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതണമെന്ന് നമുക്കറിയാം അല്ലെ. ക്യാരിയേജ് ഇൻവേർട്സ് എന്നോ ഫ്രൈറ്റ് ഇൻവേർട്സ് എന്ന് പറയാറുണ്ട് ചില കേസിൽ. ക്യാരിയേജ് എന്ന് മാത്രം പറഞ്ഞാലും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ,
അടുത്ത ഐറ്റം ഹീറ്റ് ആൻഡ് പവർ. ഹീറ്റ് ആൻഡ് പവർ. അത് ഫാക്ടറി ആയിട്ട് ബന്ധപ്പെട്ടതാണ്, മിഷനറി ആയിട്ട് ബന്ധപ്പെട്ടതാണ്, അന്നേരം ഫാക്ടറിയിലെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഹീറ്റ് ആൻഡ് പവർ 5000. അടുത്തത് വേജസ് ആൻഡ് സാലറീസ് 5000 ലെസ് പ്രീപെയ്ഡ് 1000 അപ്പൊ 4000. വേജസ് ആൻഡ് സാലറീസ് ഞാൻ പറയായിരുന്നു. സാലറീസ് ആൻഡ് വേജസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് പരിഗണിക്കണം. ഇത് വേജസ് ആൻഡ് സാലറീസ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ വേണ്ട. വേജസിനാണ് അതിൻ്റെ അകത്തെ ഭൂരിഭാഗവും, മജോറിറ്റി വേജസ് എന്ന് പറഞ്ഞ ചെലവാണ്. അതുകൊണ്ട് അതിനെ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് പരിഗണിക്കാനാണ്, അങ്ങനെയാണ് ചെയ്തു പോരുന്നത്. വേജസ് ആൻഡ് സാലറീസ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതി. 5000 രൂപ നമ്മൾ വേജസ് കൊടുത്തായിരുന്നു. അതിൽ 1000 രൂപ പ്രീപെയ്ഡ് ആണ്, മുൻകൂട്ടി കൊടുത്താണ്, അടുത്ത വർഷത്തെ മുൻകൂട്ടി കൊടുത്താണ്. അന്നേരം ഈ വർഷത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 4000 ഉള്ളൂ. ഓക്കെ, ഇനി ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് 6,80,000 പിന്നെ ലെസ് റിട്ടേൺ 1000 അപ്പൊ 6,70,000. 6,70,000 ആണ് ഔട്ടർ കോളത്തിൽ വരേണ്ടത്. നെറ്റ് സെയിൽസ് ആണ് എഴുതേണ്ടത്. സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്യണം. ഓക്കെ, പിന്നെ അഡ്ജസ്റ്റ്മെന്റിലെ ആദ്യത്തെ ഐറ്റം അല്ലെ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് തന്നേക്കുന്നതിൽ ഒരു ഐറ്റം ഉണ്ട്. എന്താ? ക്ലോസിംഗ് സ്റ്റോക്ക് 30,000. അതിനുശേഷം ട്രേഡിംഗ് അക്കൗണ്ടിലെ എല്ലാ ഐറ്റംസ്, നമ്മുടെ ക്വസ്റ്റ്യനിലെ മൊത്തം ഐറ്റം നമ്മൾ ആദ്യമേ തന്നെ നോട്ട് ചെയ്തായിരുന്നു, വായിച്ചു നോക്കിയായിരുന്നു. അതിലെ ഡാറ്റ എക്സ്പെൻസ് ഏതാണെന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചായിരുന്നു. ഡാറ്റ എക്സ്പെൻസും എഴുതണം. പിന്നെ ഏതാ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ്? ഡെബിറ്റ് സൈഡിൽ ഏതൊക്കെ ഐറ്റം എഴുതണം? ആദ്യത്തെ ഐറ്റമായിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടല്ലോ എഴുതണം. പിന്നെ പർച്ചേസ് ലെസ് റിട്ടേൺ, നെറ്റ് പർച്ചേസ് എഴുതണം. പിന്നെ മറ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് എഴുതണം. അത് ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ നോക്കിയെടുത്ത് എഴുതുന്നു. സെയിൽസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറയ്ക്കണം. അന്നേരം നെറ്റ് സെയിൽസ് ആണ് നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. പിന്നെ അഡ്ജസ്റ്റ്മെന്റിലെ ഐറ്റമായ ക്ലോസിംഗ് സ്റ്റോക്കും ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ഇത്രയും ഐറ്റം എഴുതിയിട്ട് നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ഏത് സൈഡാ കൂടുതൽ നോക്കണം. ഏത് സൈഡാ ഇവിടെ കൂടുതൽ ഫാത്തിമ? ക്രെഡിറ്റ് സൈഡ് 7 lakh എഴുതി. അത് തന്നെ ഡെബിറ്റ് സൈഡിലേക്ക് എഴുതി. ഡിഫറൻസ് എത്ര വന്നു? 36,600. അതിന് നമ്മൾ ഏത് പേരിട്ട് വിളിച്ചു? ഗ്രോസ് പ്രോഫിറ്റ്. ക്രെഡിറ്റ് അതായത് ഒരു ബിസിനസിനെ സംബന്ധിച്ച് മെയിൻ ഇൻകം ആണ് സെയിൽസ്. ഒരു ബിസിനസിനെ സംബന്ധിച്ച് മെയിൻ എക്സ്പെൻസ് ആണ് പർച്ചേസ്. അന്നേരം പർച്ചേസും പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഡാറ്റ എക്സ്പെൻസ്, പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്. അന്നേരം അതിനാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. അതൊരു അക്കൗണ്ട് രൂപത്തിൽ നമ്മൾ എഴുതുന്ന, ശരിക്കും പറഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇക്വേഷൻ രൂപത്തിൽ പറഞ്ഞാൽ എന്തെന്ന് പറയാം? നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അത് ഒരു അക്കൗണ്ട് രൂപത്തിൽ നമ്മളിവിടെ അറേഞ്ച് ചെയ്തേക്കുന്നതാണ് ശരിക്കും ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുന്നതിന്റെ ഉദ്ദേശം ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു 36,600. ഈ ഗ്രോസ് പ്രോഫിറ്റ് അതായത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ തുടർച്ചയാണ് അടുത്ത അക്കൗണ്ട്. ഏത് അക്കൗണ്ടാണ്? Profit and loss account. Profit and loss account is the extension of trading account. Trading account തുടർച്ചയാണ്. ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്ത് ആ ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ ചെയ്തു, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ ചെയ്തു. ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ. ഇനി 2 ടൈപ്പ് ഐറ്റംസ് ആണല്ലോ എഴുതേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ എഴുതണം? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം ഈ വർഷത്തെ മാത്രമേ എഴുതുള്ളൂ. അതായത് പ്രീപെയ്ഡും ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുശേഷമുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഇൻഡയറക്റ്റ് ഇൻകം എല്ലാം ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ഓക്കെ, അന്നേരം വായിച്ചേ ഫാത്തിമ. ട്രേഡ് എക്സ്പെൻസ് 3,300. ട്രേഡ് എക്സ്പെൻസ് പേര് കേൾക്കുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതണം എന്ന് തോന്നുമെങ്കിലും അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എഴുതേണ്ടത്. അതിന് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നേരിട്ട് എഴുതി. അടുത്ത ഐറ്റം റെന്റ് ആൻഡ് റേറ്റ്സ് 3,000 ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് 2,000 അപ്പൊ 5,000 കിട്ടും. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യനിലൊന്ന് കാണിക്കാം. ചിലർക്ക് ക്വസ്റ്റ്യനായിട്ട് പരിചയപ്പെടാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഇത് നോക്കി, റെന്റ് കണ്ടോ? റെന്റ് ആൻഡ് റേറ്റ്സ് 3,000 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ 3,000 കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് നോക്കിയപ്പോൾ റെന്റ് ആൻഡ് റേറ്റ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് 2,000 ഉണ്ട്. അന്നേരം കൊടുത്തത് 3,000, റെന്റ് ഇതുവരെ നമ്മൾ കൊടുത്തത് പേ ചെയ്തത് 3,000, കൊടുക്കാനുള്ളത് 2,000. അന്നേരം ടോട്ടൽ ഈ വർഷത്തെ റെന്റ് എത്രയാണ്? 3,000 ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ഉണ്ട്. പർട്ടിക്കുലർ എക്സ്പെൻസിനോടുകൂടി ആഡ് ചെയ്യണം എന്നാണ് നമ്മളുടെ നിയമം. പർട്ടിക്കുലർ എക്സ്പെൻസിനോടുകൂടി ആഡ് ചെയ്യണം. അന്നേരം 5,000 ആയി. ബാലൻസ് ഷീറ്റിന്റെ എവിടെ എഴുതി?
ലയബിലിറ്റി സൈഡിൽ 2000 കാണിച്ചേക്കുന്നുണ്ടോ? അടുത്ത ഐറ്റം ലീഗൽ എക്സ്പെൻസ് 2300. ഓക്കെ. പിന്നെ ഡൊണേഷൻ ആൻഡ് ചാരിറ്റി ഡൊണേഷൻ 700. ആൻഡ് ചാരിറ്റി 700. ആരെങ്കിലും വന്നപ്പോൾ സംഭാവന കൊടുക്കുകയോ അല്ലെങ്കിൽ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് പൈസ ദാനം ചെയ്യുകയോ ഒക്കെ ചെയ്തത് അതൊരു എക്സ്പെൻസ് ആണ്. 700. അടുത്തത് പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം 1000. ഓക്കെ. ഡിപ്രിസിയേഷൻ 6500. ഡിപ്രീസിയേഷൻ കണ്ടോ ക്വസ്റ്റ്യനില് ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഡിപ്രീസിയേഷൻ തന്നേക്കുന്ന ഈ ട്രയൽ ബാലൻസിന്റെ എക്സ്ട്രാക്ട് ട്രയൽ ബാലൻസിന് എടുത്ത കുറെ വിവരങ്ങളായത്. ട്രയൽ ബാലൻസിന്റെ അടുത്ത വിവരത്തിലാണ് ഡിപ്രീസിയേഷൻ തന്നേക്കുന്നത്. അന്നേരം ട്രയൽ ബാലൻസിൽ തന്ന ഡിപ്രീസിയേഷൻ ഇവിടെ മാത്രം എഴുതിയാൽ മതി. ട്രയൽ ബാലൻസിൽ തന്ന ഡിപ്രീസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ മാത്രം എഴുതിയാൽ മതി. ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ. അടുത്തത് ഇൻഷുറൻസ് 3500 ലെസ് പ്രീപെയ്ഡ് 1000. അപ്പൊ 2500 കിട്ടും. ഓക്കെ. ഇൻഷുറൻസ് നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന ഇൻഷുറൻസ് 3500 ഈ വർഷം അടച്ചതായിട്ട് ട്രയൽ ബാലൻസ് പ്രകാരം മനസ്സിലാകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞേക്കുവാണ് അൺഎക്സ്പയർഡ് ഇൻഷുറൻസ്. ഇതുവരെ കാലാവധി തീരാത്ത ഇൻഷുറൻസ് ഡിസംബർ 31 കാലാവധി തീരാത്തെന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തേത് മുൻകൂട്ടി അടച്ചതാണ്. പ്രീപെയ്ഡ് ആണ്. അൺഎക്സ്പയർഡ് എന്ന് തന്നെ പേര് വിളിക്കാറുണ്ട്. 1000. ഈ വർഷം അടച്ച ഇൻഷുറൻസ് 3500, മുൻകൂട്ടി അടച്ചത് 1000. അന്നേരം ഈ വർഷം അടച്ചത് എത്രയായിരുന്നു? 3500 മുൻകൂട്ടി അടച്ചു. അതിൻ്റെ അകത്ത് ഈ 3500-ൽ 1000 രൂപ അടുത്ത കൊല്ലത്തേത് മുൻകൂട്ടി അടച്ചത്. അന്നേരം ഈ കൊല്ലത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ എഴുതണോ വേണ്ടയോ ഈ 1000? കണ്ടോ അസറ്റ് സൈഡിൽ എഴുതിയേക്കുന്നുണ്ടോ 1000? ഓക്കെ. പ്രീപെയ്ഡ് ഇൻഷുറൻസിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ എക്സ്പെൻസിൽ നിന്ന് ലെസ് ചെയ്യുക, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ എഴുതുക. അടുത്ത ഐറ്റം. അന്നേരം ഡെബിറ്റ് സൈഡിൽ എഴുതാനുള്ള ഐറ്റംസ് എല്ലാം പൂർത്തിയായി. ഇനി ക്രെഡിറ്റ് സൈഡിൽ എഴുതാനുള്ള ഐറ്റംസ് നമ്മൾ എവിടെ നോക്കാം? ഈ ഡെബിറ്റ് ഭാഗം എല്ലാം ക്ലിയർ ആയില്ലേ? ഈ ഭാഗം എല്ലാം ക്ലിയർ ആയി. എക്സ്പെൻസ് എല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം നോക്കി. ഇനി ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഇൻഡയറക്റ്റ് ഇൻകം ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റിലാ, ബിൽസ് പേബിൾ ബാലൻസ് ഷീറ്റ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് വരും, കമ്മീഷൻ റിസീവ്ഡ് വരും, അപ്രന്റീസ് പ്രീമിയം വരും, ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റ്, സെയിൽസ് ഓൾറെഡി എടുത്തുപോയി, റിട്ടേൺ ഔട്ട്വേർഡ്സും എടുത്തുപോയി. അന്നേരം ഈ 3 ഐറ്റമാണ് ട്രീറ്റ് ചെയ്യാനുള്ളത്. ഏതൊക്കെയാ? ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, അപ്രന്റീസ് പ്രീമിയം. ഇവ 3ഉം ട്രീറ്റ് ചെയ്യാനുണ്ട്. അതിന്റെ അഡ്ജസ്റ്റ്മെന്റിൽ ഐറ്റം ഉണ്ടോ? ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എടുത്തുപോയി, റെന്റ് ആൻഡ് റേറ്റ്സ് എടുത്തു, അൺഎക്സ്പെക്ടഡ് ഇൻഷുറൻസ് എടുത്തു, വേജസ് ആൻഡ് സാലറീസ് എടുത്തു ട്രേഡിംഗ് അക്കൗണ്ടിൽ, കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എടുക്കാനുണ്ട്, ഇൻട്രസ്റ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് എടുക്കാനുണ്ട്. അന്നേരം അതെന്താ ചെയ്തേക്കുന്നതെന്ന് നോക്കാം. എന്താ ഫാത്തിമ ചെയ്തത്? ഇൻട്രസ്റ്റ് റിസീവ്ഡ് 10,000 ആഡ് അക്രൂഡ് 3,000. അപ്പൊ 30,000 കിട്ടും. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഈ വർഷം നമ്മൾ ഇൻട്രസ്റ്റ് കിട്ടിയത് നമുക്ക് 10,000 കിട്ടി. ആഡ് അക്രൂഡ് കിട്ടാനുണ്ട്, ഒരു ഔട്ട്സ്റ്റാൻഡ് അക്രൂഡ് ഉണ്ട്. ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, ഡ്യൂ ആയി കിടക്കുന്നതാണ്, കിട്ടിയിട്ടില്ല. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് വേണേൽ പറയാം, അല്ലെ അക്രൂഡ് ഇൻകം. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, ഇൻകം കിട്ടാനുണ്ട്, കിട്ടാനുള്ള സമയമായി കിട്ടിയിട്ടില്ല. അല്ലെ അക്രൂഡ് ഇൻകം കിട്ടാനുള്ള സമയമായി കിട്ടിയിട്ടില്ല. നേരം 10,000 കിട്ടി, 3,000 കിട്ടാനുണ്ട്, 13,000. അടുത്ത കമ്മീഷൻ 5,000 ലെസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 1,000. അപ്പൊ 4,000 കിട്ടും. കമ്മീഷൻ നമ്മൾക്ക് 5,000 കിട്ടി. പക്ഷേ അടുത്ത വർഷത്തെ കമ്മീഷൻ മുൻകൂട്ടി കിട്ടിയിട്ടുണ്ട് 1,000 രൂപ. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്താ? പർട്ടിക്കുലർ ഇൻകത്തിൽ നിന്ന് ലെസ് ചെയ്യണം. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ എഴുതണം. അക്രൂഡ് ഇൻട്രസ്റ്റിന്റെ അക്രൂഡ് ഇൻകത്തിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്താ? പർട്ടിക്കുലർ ഇൻകത്തിനോട് കൂടി ആഡ് ചെയ്യണം. അതാണ് നമ്മൾ നേരത്തെ ചെയ്തത്. ഇൻട്രസ്റ്റ് അക്രൂഡ് ഇൻട്രസ്റ്റ് വന്നാൽ എന്ത് ചെയ്യണം? പർട്ടിക്കുലർ ഇൻകത്തിനോട് കൂടി ആഡ് ചെയ്യണം. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ എഴുതണം. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ത് ചെയ്യണം? പർട്ടിക്കുലർ ഇൻകത്തിൽ നിന്ന് ലെസ് ചെയ്യണം. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ എഴുതണം. നോക്കിയേ, ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ എഴുതിയിട്ടില്ല എന്നുണ്ടല്ലോ. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ അപ്രന്റീസ് പ്രീമിയം, അത് നമ്മളുടെ ബിസിനസിനെ സംബന്ധിച്ച് ഒരു വരുമാനമാണ്. അത് എഴുതി. അപ്രന്റീസ് പ്രീമിയം എഴുതി. ഓക്കെ. ഇത്രയായിട്ടും എഴുതി കഴിഞ്ഞു. നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ഒക്കെ ഒന്നുകൂടെ നോക്കി, എല്ലാം ക്ലിയർ ആയി ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി. നമ്മളിവിടെ ഓരോയിടത്തും എഴുതുമ്പോൾ, ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതുമ്പോൾ ടിക്കറ്റ് പോകണം, അല്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതുമ്പോൾ ടിക്കറ്റ് പോകണം. അതിന് ടിക്ക് ഇടാത്ത കുറെ ഐറ്റം ഉണ്ട്. അതെന്തായിരിക്കാം? ഒന്നേലെ അസറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ലയബിലിറ്റി ആയിരിക്കാം. അസറ്റ് ആൻഡ് ലയബിലിറ്റി എഴുതുന്ന ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലല്ല, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും ലയബിലിറ്റി സൈഡിലും. അതുകൊണ്ടാണ് അതിനെ ടിക്ക് ഇടാത്തത്. കാരണം അത് എടുത്തിട്ടില്ല, അത് എഴുതേണ്ട സമയം ആകുന്നേ ഉള്ളൂ. ഇനി ഒരൈറ്റം കൂടെ കണ്ടുപിടിച്ചിട്ട് ബാലൻസ് ഷീറ്റിലേക്ക് പോവാം. ഏത് ഐറ്റം കണ്ടുപിടിക്കണം?
എക്സ്പെൻസ് സൈഡ് ആണോ അതോ ഇൻകം സൈഡ് ആണോ കൂടുതൽ നോക്കാം. നമ്മൾ ഇൻകം സൈഡ് കൂട്ടി നോക്കി, എത്ര കിട്ടി? 58,600 കിട്ടി. എക്സ്പെൻഡിച്ചർ സൈഡ്, ഡെബിറ്റ് സൈഡ് നോക്കിയപ്പോൾ അത്രയും എമൗണ്ട് ഇല്ല അല്ലേ? ഏത് സൈഡാ കൂടുതൽ? ക്രെഡിറ്റ് ക്രെഡിറ്റ് സൈഡ്. ക്രെഡിറ്റ് സൈഡിന്റെ ടോട്ടൽ ക്രെഡിറ്റ് സൈഡ് തന്നെ എഴുതി, അത് തന്നെ എടുത്ത് ഇവിടെ എഴുതി. അതിനുശേഷം കാൽക്കുലേറ്ററിൽ ഓരോന്ന് ലെസ് ചെയ്ത് പോകുന്നു. അല്ലെങ്കിൽ ഈ ഇത്ര ഐറ്റം കൂട്ടി നോക്കുക, എന്നിട്ട് ഇതിനേക്കാൾ കുറവായത് കൊണ്ടാണല്ലോ നമ്മൾ ഇത് ഇവിടെ എഴുതാൻ കാരണം. അതിനുശേഷം അത് ലെസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 37,300 ആണോ? ഓക്കെ, 37,300 നെറ്റ് പ്രോഫിറ്റ് കിട്ടി. ഇത് ക്യാരി ഡൗൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സോൾ ട്രേഡിംഗ് കൺസെന്റ് ആണ്, അതുകൊണ്ട് നേരെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ്. പാർട്ണർഷിപ്പിന്റെ കേസിലാണെങ്കിൽ പാർട്ട്നേഴ്സിന് വീതം വെച്ച് കൊടുക്കാൻ വേറൊരു അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചേനെ, അത് നിങ്ങൾ സെക്കൻഡറിയിൽ വരയ്ക്കും. ഓക്കെ, ഇവിടെ നമ്മൾ നേരെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വിടുവാണ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ക്യാപിറ്റലിനോടുകൂടി ആഡ് ചെയ്യണം, നെറ്റ് ലോസ് ആണെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്ട് ചെയ്യണം. ഇത് നെറ്റ് പ്രോഫിറ്റ് ആണ്, അതുകൊണ്ട് ക്യാപിറ്റലിനോടുകൂടി ആഡ് ചെയ്യേണ്ടതായിട്ടാണ്. ഇനി നമ്മൾ നേരെ ബാലൻസ് ഷീറ്റ് എഴുതുന്നു. ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫോർ ദി ഇയർ എൻ്റെ നല്ല എഴുതേണ്ടത്. പിന്നെ എന്തെന്നാ, ഒരു ദിവസത്തെയാണ് ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നത്. ആ സോൺ ബാലൻസ് ഷീറ്റ്, ആ സോൺ ഡേറ്റ് എഴുതണേ 31/12/2021. അതിനുശേഷം നമ്മൾ എഴുതുന്നതിനൊരു ഭംഗിക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഡറിൽ എഴുതുന്ന നല്ലതല്ലേ? അതിനെ ഓർഡറിൽ എഴുതുന്നതിനെ വിളിക്കുന്ന പേരെന്താ? മാർഷലിംഗ് ഓഫ് അസറ്റ്സ്. അത് ഓർഡർ ഓഫ് ലിക്വിഡിറ്റി എഴുതാം, അല്ലെങ്കിൽ ഓർഡർ ഓഫ് പെർമനൻസ് എഴുതാം. ഇത് ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് എഴുതിയേക്കുന്നത്, ഞാനിവിടെ എഴുതിയേക്കുന്നത്. നിങ്ങൾക്കും അല്ലാതെ എഴുതിയാലും മാർക്ക് കുറയൊന്നുമില്ല, പക്ഷെ ഭംഗിയായിട്ട്. നേരം ഇനി ക്വസ്റ്റ്യനിൽ ഏതെങ്കിലുമൊക്കെ ഐറ്റം എഴുതാൻ എടുക്കാതിരുന്നിട്ടുണ്ട്, ടിക്കിടാത്ത ഐറ്റംസ്. ടിക്കിട്ട് പോകുമ്പോൾ ടിക്കിടാത്ത ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും, അങ്ങനെയും സമയം ലാഭിക്കാം. ക്യാഷ് ഇൻ ഹാൻഡ് 79,000, ക്യാഷ് അറ്റ് ബാങ്ക് 98,000, സൺഡേ ഡെറ്റേഴ്സ് 25,000, ഇൻവെസ്റ്റ്മെന്റ് 40,000. ഇതെല്ലാം ബാലൻസ് ഷീറ്റിന്റെ അസറ്റ്സിൽ എഴുതേണ്ട ഐറ്റം അല്ലേ? പിന്നെ മിഷനറി ഉണ്ട്, പിന്നെ ഇവിടെ നോക്കിയാൽ ബിൽഡിംഗ് കിടപ്പുണ്ട്, മോട്ടോർ വാൻ ഉണ്ട്. ടിക്കിടാത്ത ഐറ്റംസ് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്നത് ടിക്കിട്ട് പോയാൽ. ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി സൈഡിൽ എഴുതേണ്ട ഒരു ഐറ്റം ഉണ്ട്, ബിൽസ് പേബിൾ ലയബിലിറ്റി സൈഡിൽ എഴുതേണ്ട ഐറ്റം ഉണ്ട്, പിന്നെ ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിൽ എഴുതണം. ഇത്രയൊക്കെ ഐറ്റമാണ് വരുന്നത്. അത് അതേ രീതിയിൽ എഴുതിയിട്ടില്ലെന്ന് നോക്കി. ക്യാഷ് ഇൻ ഹാൻഡ് എടുത്ത് എഴുതി, ക്യാഷ് അറ്റ് ബാങ്ക് എഴുതി, ഡെറ്റേഴ്സ് എഴുതി, ഇൻവെസ്റ്റ്മെന്റ് എഴുതി, ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ചിലപ്പോൾ വിട്ടുപോകുന്ന ഒരു ഐറ്റമാണ്. ഇത് എവിടെയാണ് കിടക്കുന്നത്? ട്രയൽ ബാലൻസ് നോക്കിയാൽ കാണിയല്ല. പിന്നെ ഇത് എവിടെയാണ് കിടക്കുന്ന ഐറ്റമാ? ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് കിടക്കുന്ന ഐറ്റമാണ്. അഡ്ജസ്റ്റ്മെന്റിൽ വരുന്നതിനെല്ലാം രണ്ടിടത്ത് ട്രീറ്റ്മെന്റ് ഉണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രീപെയ്ഡ് ഇൻഷുറൻസ് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതാ, എങ്കിൽ പോലും രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് കണ്ടോ ഇവിടെ വന്നേക്കുന്നത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ. വേജസ് ആൻഡ് സാലറീസ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ പ്രീപെയ്ഡ് ആയതുകൊണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് ലയബിലിറ്റി സൈഡിൽ പോയനെ. അക്രൂഡ് ഇൻട്രസ്റ്റ് അസറ്റ് ആയതുകൊണ്ട് നോക്കിയ അസറ്റ് സൈഡിൽ വന്നു. മോട്ടോർ വാൻ ഡിപ്രീസിയേഷൻ ഉണ്ടല്ലോ എഴുതിയാനെ, ഡിപ്രീസിയേഷൻ ഇല്ലാത്തതുകൊണ്ട് നേരിട്ട് ഔട്ടർ പ്രോബ്ലത്തിൽ എഴുതി. ബിൽഡിങ്ങിന് ഈ പ്രോബ്ലത്തിൽ ഡിപ്രീസിയേഷൻ ഇല്ല, കാരണം ഡിപ്രീസിയേഷൻ ഓൾറെഡി എവിടെ തന്നേക്കുന്നതായിട്ടുവാ? ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ബാലൻസ് ആയത്. നമ്മൾ നേരത്തെ ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ളതായതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ തന്നിരുന്നത്. മനസ്സിലായോ? ഇത് ഓൾറെഡി ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്ത ഡിപ്രീസിയേഷൻ ലെസ് ചെയ്ത ഫിഗർ ആയി കാണുന്നത്, അതുകൊണ്ട് വീണ്ടും ലെസ് ചെയ്താൽ വീണ്ടും കുറഞ്ഞു പോകും. ഓക്കെ, അതുകൊണ്ടാണ് ഡിപ്രീസിയേഷൻ ട്രയൽ ബാലൻസിൽ വന്നത്. ബിൽഡിങ് ഡിപ്രീസിയേഷൻ ഇല്ല, ഡിപ്രീസിയേഷൻ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്ത ഫിഗർ ആയത്. മിഷനറിയുടെ അഡ്ജസ്റ്റ് ചെയ്ത ഫിഗർ. പേറ്റന്റ് റൈറ്റ് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണെങ്കിലും അസറ്റാണ്, അസറ്റ് സൈഡിൽ എഴുതേണ്ട ഐറ്റമാണ്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ പെട്ട 2-3 ഐറ്റം എഴുതിയല്ലോ. ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്ത് എഴുതി, പ്രീപെയ്ഡ് ഇൻഷുറൻസ് എഴുതി, വേജസ് ആൻഡ് സാലറീസ് പ്രീപെയ്ഡ് എഴുതി, അക്രൂഡ് ഇൻട്രസ്റ്റ് എഴുതി. ഓക്കെ, ബിൽസ് പേയബിൾ പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെന്റ് വരുന്ന ഐറ്റം അല്ല. ക്രെഡിറ്റേഴ്സ് എഴുതി, ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് ആൻഡ് റൈറ്റ്സ് കണ്ടോ, ലയബിലിറ്റീസ്. കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. പിന്നെ ഇന്നലത്തെ പ്രോബ്ലത്തിൽ ഇല്ലായിരുന്ന ഒരു ഐറ്റം ഉണ്ട്, ഡ്രോയിങ്സ്. നേരം ഡ്രോയിങ്സ് വന്നായാൽ എന്ത് ചെയ്യാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഡ്രോയിങ്സ് ഉൾപ്പെടുത്തിയത്. ഓക്കെ, ക്യാപിറ്റൽ നമ്മൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടില്ലായിരുന്നോ? ക്യാപിറ്റൽ ഇത് കണ്ടോ, ക്യാപിറ്റൽ. അതുകൂടാതെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ക്വസ്റ്റ്യൻ തന്നാണോ അതെയോ നമ്മൾ കണ്ടെത്തിയതാണോ? ഡ്രോയിങ്സോ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു ഡെബിറ്റ് ബാലൻസ് ഉള്ള ഡ്രോയിങ്സ് കിടക്കുന്നത്. ക്യാപിറ്റലിനെ കുറയ്ക്കുന്ന ഐറ്റം ഇത്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സണൽ ആവശ്യത്തിന് ഓണർ ക്യാഷ് ആയിട്ടോ ഗുഡ്സ് ആയിട്ടോ ബിസിനസ്സിൽ നിന്ന് പിൻവലിക്കുന്നതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ബിസിനസ്സിലേക്ക് ഓണർ കൊണ്ടുവരുന്നതിനെ ക്യാപിറ്റൽ എന്ന് പറയുന്നു, ബിസിനസ്സിൽ നിന്ന് ഓണർ എടുത്തുകൊണ്ട് പോകുന്നതിനെ എന്തെന്ന് പറയാം? ഡ്രോയിങ്സ് എന്ന് പറയാം. പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് ക്യാഷോ ഗുഡ്സോ
പിൻവലിച്ചാൽ അതിനെ ഡ്രോയിങ്സ് എന്ന് വിളിക്കാം. അന്നേരം കൊണ്ടുവരുന്നത് നമ്മൾ ക്യാപിറ്റലായിട്ട് റെക്കോർഡ് ചെയ്തെങ്കിൽ കൊണ്ടുപോകുന്നതും അങ്ങനെ തന്നെ രേഖപ്പെടുത്തണം. ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യണം. അതുകൊണ്ടാണ് ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്തേക്കുന്നത്. നോക്കിയേ, വർഷാവസാനം 3,50,000 ഉണ്ടായിരുന്നു ഓപ്പണിംഗ് ക്യാപിറ്റൽ. അതിനോടുകൂടി നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തു. അന്നേരം ആഡ് ചെയ്തോ ഇന്നർ കോളത്തിൽ തന്നെ എഴുതി. അതിൽ നിന്ന് ഡ്രോയിങ്സ് ലെസ് ചെയ്തോ ഔട്ടർ കോളത്തിൽ എഴുതി. നമ്മൾ എഴുതിയത് കറക്റ്റായിട്ട് എഴുതിയെങ്കിൽ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എപ്പോഴും സത്യമാണ്, ശരിയായിരിക്കും. അതുകൊണ്ടാണ് 4,29,000 രണ്ട് കേസിലും ഈക്വൽ ആയിട്ട് വന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ ഇന്ന് ഇപ്പം മോഡൽ ടെസ്റ്റ് പേപ്പർ ഇട്ടത്? അന്നേരം ഏതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. ഏതൊക്കെ മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും? ഫൈനൽ അക്കൗണ്ട്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്ന ക്വസ്റ്റ്യൻ വരും. അത് ഇതുപോലെ വരുള്ളൂ. ഈ ടൈപ്പ് ഒന്ന് ഡിപ്രീസിയേഷൻ ട്രയൽ ബാലൻസ് തരും, ചിലപ്പോൾ ഡിപ്രീസിയേഷൻ അവിടെ തരും, അഡ്ജസ്റ്റ്മെന്റ് തരും. അത് പിന്നെ ഡ്രോയിങ്സ് ഉള്ള പ്രോബ്ലം വരാം, ഡ്രോയിങ്സ് ഇല്ലാത്ത പ്രോബ്ലം വരാം. പിന്നെ ക്യാരേജ്, വെറും ക്യാരേജ് എന്ന് മാത്രം തന്നാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് പരിഗണിക്കുക. പിന്നെ വേജസ് ആൻഡ് സാലറീസ് വന്നാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് പരിഗണിക്കുക. സാലറീസ് ആൻഡ് വേജസ് വന്നാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് പരിഗണിക്കുക. പിന്നെ അപ്രന്റീസ് പ്രീമിയം, അതുപോലെയുള്ള ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് പൈസ കൊടുത്തെങ്കിൽ അങ്ങനെയുള്ള ഐറ്റം ഒക്കെ വന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ഉൾപ്പെടുത്തി ഈ ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് ഒരു പ്രീപെയ്ഡ് എക്സ്പെൻസ് വന്നാൽ അതിന്റെ ജേണൽ എൻട്രി എന്ത്? പ്രീപെയ്ഡ് എക്സ്പെൻസ് വന്നാൽ ജേണൽ എൻട്രി എന്താ? ഈ ഇൻഷുറൻസ് പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇപ്പൊ എക്സാമ്പിൾ ഇൻഷുറൻസ് ആണ് വന്നാൽ ജേണൽ എൻട്രി എന്താ? ഇൻഷുറൻസ് ഒരു എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് കുറയണം. പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഒരു അസറ്റ് ആണ്, അതുകൊണ്ട് പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻഷുറൻസ്, അങ്ങനെ ജേണൽ എൻട്രി ചോദിക്കാം. അല്ലെങ്കിൽ പ്രീപെയ്ഡ് ഇൻഷുറൻസിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് ചോദിക്കാം. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറിയുടെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് ചോദിക്കാം. ഇത്രയൊക്കെ വരുള്ളൂ. ഇത്രയും ക്വസ്റ്റ്യൻ, ഇത്രയും ഭാഗം പഠിച്ചാൽ നിങ്ങൾ ധൈര്യമായിട്ട് ആ ചാപ്റ്ററുമായിട്ട് മുന്നോട്ട് പോക്കോ, ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. മുന്നേറും നാളുകൾ തേടിയെത്തിയിടും, കാത്തിരിക്കെ നാം തളരാതെ. താനാരോ തനാനന താനാരോ താനാരോ തനാനന താനാരോ. ഓർമ്മകൾ നമ്മിൽ നിറഞ്ഞൊഴുകുമ്പോൾ ആർക്കൊന്നു പാടാം തിത്തൈ തകതൈ, ആർക്കു വിളിക്കാം തകതിമി തരികിട ഇന്നീ മണ്ണിൽ പൊന്നോണം. താക്കുട്ടജം തരികിട്ട തമ്മി, താക്കുട്ടജം തരികിട്ട തമ്മി, താക്കുട്ടജം തരികിട്ട തമ്മി തിന്ത തത്തുമ തത്തുമ താതാതേ. താക്കുട്ടജം തരികിട്ട തമ്മി, താക്കുട്ടജം തരികിട്ട തമ്മി, താക്കുട്ടജം തരികിട്ട തമ്മി തിന്ത തത്തുമ തത്തുമ താതാതേ. താനാരോ തനാനന താനാരോ താനാരോ തനാനന താനാരോ. കേട്ട പാട്ടുകൾ മറക്കരുതേ, ഇട്ട പൂക്കളം മായ്ക്കരുതേ, കളിച്ചൊര കളികൾ വെറുക്കരുതേ, സത്യതൻ രുചിയും മറക്കരുതേ.